ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ മാസം നമുക്ക് അധികം റിലീസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നേരത്തെ റിലീസായ 2 മൂവീസിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മൂവി ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും. ഈ ഒരു മൂവിനെ പറ്റി അറിയാൻ മേലാത്തവർക്ക് ഒരു ഇൻഫോർമേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂവി ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. സാധാരണ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് 2 മൂവിനെ പറ്റിയുള്ള റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. ആ 2 മൂവിയിലും അഭിനയിച്ചിരിക്കുന്നത് ഒരേ ആക്ടറാണ്. അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് ഓർത്തത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതൊക്കെ മൂവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഫസ്റ്റ് വൺ സഭാനായകൻ, സെക്കൻഡ് വൺ ബ്ലൂ സ്റ്റാർ. രണ്ടും ആക്ട് ചെയ്തിരിക്കുന്ന അശോക് സെൽവനാണ്. സഭാനായകൻ റിലീസായത് 2023 ഡിസംബറിലും അതുപോലെ ബ്ലൂ സ്റ്റാർ റിലീസായത് 2024 ജനുവരിയിലുമാണ്. ജനുവരി 25-ാം തീയതിയാണ്. ഓൾമോസ്റ്റ് ഒരു മാസത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയ 2 മൂവീസാണ്. ഈ 2 മൂവീസും ഞാൻ കണ്ടു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTTയിലാണ് കണ്ടത്. ബ്ലൂ സ്റ്റാർ ഞാൻ തിയേറ്ററിൽ പോയി കാണാനായിട്ടിരുന്നതാണ്. പക്ഷേ നിയറസ്റ്റ് തിയേറ്ററിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അത് തിയേറ്ററിൽ നിന്ന് പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആൾ കുറവായതിൻ്റെ ഒരു പേരിൽ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് പോയി. സഭാനായകൻ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. സഭാനായകനും OTTയിലാണ് കണ്ടത്. ആദ്യം സഭാനായകനെ പറ്റി പറയാം. ആ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് അശോക് സെൽവൻ, അതുപോലെ നമ്മുടെ മലയാളിയായിട്ടുള്ള കാർത്തിക മുരളീധരൻ, ഇവരൊക്കെയാണ്. വേറെ കുറേ ആക്ടേഴ്സും കൂടി ഉണ്ട് കേട്ടോ. അതിലെനിക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല. മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കാനുള്ളതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പഴയ വീഞ്ഞ് കുപ്പിയിലാക്കി പിന്നെയും കൊടുക്കും എന്നുള്ള സെറ്റപ്പില്ലേ, അതുപോലെയൊക്കെ തന്നെ എനിക്ക് തോന്നി. ഇത് നമ്മൾ കണ്ടു മറന്നൊരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അത് നമ്മളിലോട്ട് എത്തിച്ചിരിക്കുന്ന രീതിയാണ്. മീൻസ് അതിൻ്റെ എഡിറ്റിംഗ് തന്നെ ആയിക്കോട്ടെ. എഡിറ്റിംഗ് വലിയ ഗംഭീരമെന്നൊന്നുമല്ല, പക്ഷേ അതിലെ ഷോർട്സ്, അതിലെ ടൈം പീരീഡ് എല്ലാം അവർ കട്ട് ചെയ്ത് കറക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപോയിരിക്കുന്ന ഒരു ലീനിയർ മോഷനിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടല്ല അതിന് സ്റ്റോറി പോകുന്നത്. അശോക് സെൽവൻ ചെയ്തിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിനെ പോലീസ് ഒരു ഡ്രങ്കൻ ഇതിന് പിടിക്കുകയും ആ പോലീസ് ജീപ്പിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ്റെ കഥകളിങ്ങനെ ഓരോ പീരീഡായിട്ട് ചോദിച്ചറിയുന്നതൊക്കെയാണ് കഥ. മീൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രണയങ്ങൾ, അതുപോലെ തന്നെ പ്രണയത്തിന് ശേഷമുണ്ടായൊരു ജീവിതം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മൂവിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറം ഒരു അടിപൊളി സ്റ്റോറി എന്നൊന്നും എനിക്ക് തോന്നിയില്ല. സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന സ്റ്റോറി, പക്ഷേ അവരെടുത്തിരിക്കുന്ന രീതി, അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന, എഡിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട്ട് എത്തിച്ചിരിക്കുന്ന ഒരു രീതി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന CS കാർത്തികേയൻ എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ലിയോൺ ജെയിംസ് എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. ലിയോൺ ജെയിംസ് ഞാൻ പേര് എവിടെ കേട്ടിട്ടുണ്ട്. CS കാർത്തികേയൻ എനിക്ക് തോന്നുന്നു പുതുമുഖ സംവിധായകനാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി 2-3 പേരൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്. സ്റ്റോറി വൈസ് ആണെങ്കിലും അശോക് സെൽവൻ്റെ ഒരു പല കാലഘട്ടങ്ങളിലെ ലുക്ക് ചേഞ്ച് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ലുക്കും, അതുപോലെ തന്നെ താടി മീശ ഒക്കെ വരുന്നതിനനുസരിച്ചുള്ള പ്രായം കറക്റ്റ് അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് അത്തരത്തിലൊരു മേക്ക് ഓവറൊക്കെ നടത്തി ഇത്തരത്തിലെ റോളുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചൊരു മൂവിയാണ്. പ്രത്യേകിച്ച് അഭിനയത്തിൽ എനിക്കൊന്നും എടുത്തു പറയാൻ തോന്നിയില്ല. പക്ഷേ കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം അവരുടെ രീതിയിലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ആക്ടിങ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകളൊന്നും ഇല്ല. ഒരു മൂവീനെ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ വലിയ വർക്കായിട്ട് തോന്നിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു 2.5-2.25 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നൊരു മൂവിയാണ് സഭാനായകൻ. അത് ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തത്. മൂവി കണ്ടിട്ട് കുറച്ച് നാളായി. പിന്നെ ഞാൻ ഓർത്ത് തോന്നുന്ന ബ്ലൂ സ്റ്റാറും കൂടെ കണ്ടതിന് ശേഷം രണ്ടിൻ്റെയും കൂടെ റിവ്യൂ ഒരുമിച്ചിടാമെന്ന് ഓർത്തിട്ടാണ് ഇത്ര ഡിലേ എടുത്തത്. മൂവി ഞാൻ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചയോളമായി. ഒറ്റയ്ക്ക് ഒരു റിവ്യൂ ചെയ്യത്തക്ക രീതിയിൽ വലിയ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയില്ല. ബട്ട് നമുക്കൊരു വൺ ടൈം ആയിട്ട് നമുക്കൊരു 2.5 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. രണ്ടാമത്തെ മൂവി നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ സ്റ്റാർ ആണ്. ബ്ലൂ സ്റ്റാർ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു സ്പോർട്സ് ബേസ്ഡ് വരുന്നൊരു മൂവിയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അശോക് സെൽവനും, അതുപോലെ തന്നെ ശന്തനു, കീർത്തി പാണ്ഡ്യൻ, പിന്നെ ഭഗവതി പെരുമാൾ, അത്രയും കുറച്ച് ക്യാരക്ടേഴ്സാണ്. പിന്നെ പുതുമുഖങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ബേസ്ഡ് മൂവിയാണല്ലോ. അപ്പം അതിലെ ക്രിക്കറ്റേഴ്സ് അവരുടെ പെർഫോമൻസ്, ഈവൻ അവർ ക്രിക്കറ്റ് ഷോട്ട്സ് പ്ലേ ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഷോട്ട്സുകളൊക്കെ അവർ വളരെ ഭംഗിക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നി. ചിരവൈരികളായിട്ടുള്ള 2 ക്ലബ്ബുകൾ, അവർ ക്രിക്കറ്റ് മൂലമുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിനുശേഷം അവിടെ കളി നിർത്തി വെക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 6 വർഷത്തിന് ശേഷം എങ്ങാണ്ട് അവർ തിരികെ ആ ഒരു ടൂർണമെൻറ്റ് കൊണ്ടുവരുന്നു. ചിരവൈരികളായിട്ടുള്ളവർ പിന്നെയും എതിരെ വരുന്നു. അവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസായിട്ട് വരുന്നത്. പിന്നെ
അത് ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറിയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് മാറുമ്പോഴേക്കും കുറച്ച് സ്റ്റോറി ഡിഫറെൻ്റ് മീൻസ് കുറച്ച് നമ്മൾ കണ്ടു മറന്ന സ്റ്റോറികളൊക്കെ പോലെ തന്നെ ആ ഒരു പാറ്റേണിലോട്ട് വരുന്നുണ്ട്. ഈവൻ പടം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്നെനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ പുതുമയായിട്ട് തോന്നിയില്ല. പിന്നെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പം ഈ ഒരു മൂവി കാണുമ്പോൾ ഇഷ്ടപ്പെടാം. കാരണം അവർക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ലോക്കൽ സ്ഥലത്ത് കളിച്ച് വളർന്ന ഒരാൾ, അദ്ദേഹം തൻ്റെ കരിയർ അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വെച്ച് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എസ് ജയകുമാർ എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഗോവിന്ദ് വസന്ത. അതിലെ ഒരൊറ്റ പാട്ട് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരിടയ്ക്ക് റീലിൽ അത്യാവശ്യം ഹിറ്റായിരുന്നു. റീലുകളിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നൊരു പാട്ടാണ്. ആ പാട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും കൊടുക്കാം കേട്ടോ. ആ ഒരു പാട്ട് കേട്ടിട്ടാണ് മൂവി അങ്ങേയറ്റം പ്രൊമോട്ടഡ് ആയത്. പിന്നെ അറിയാലോ, അശോക് സെൽവനും കീർത്തി പാണ്ഡ്യൻ അവരാണ് അതിൽ പെയറായിട്ട് വരുന്നത്. അശോക് സെൽവൻ ശരിക്കും റിയൽ ലൈഫിൽ കീർത്തി പാണ്ഡ്യനെയാണ് കല്യാണം കഴിച്ചതും. എനിക്ക് തോന്നുന്നു അവരുടെ കല്യാണത്തിന് മുമ്പ് മീൻസ് കല്യാണത്തിന് ശേഷം ഇറങ്ങിയൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു പാട്ടും കൂടെ ഇറങ്ങിയപ്പോഴേക്കും കുറേ പേർക്ക് കണക്റ്റഡ് ആയി. അങ്ങനെ കുറച്ച് പേര് ഈ മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, കഴിഞ്ഞിടയ്ക്കാണ് OTT റിലീസായത്. എനിക്ക് തോന്നുന്നു അധികം നാളായിട്ടില്ല. നെഗറ്റീവ് എന്നൊരു എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് കുറച്ച് മെച്ചപ്പെടുത്തായിരുന്നു. മീൻസ് കീർത്തി പാണ്ഡ്യൻ്റെ ഡബ്ബിങ് എനിക്കധികം അങ്ങോട്ടേക്ക് ഒരു ഇഷ്ടപ്പെട്ടില്ല. മീൻസ് ഒരു ലോക്കൽ പെൺകുട്ടി സംസാരിക്കുന്നതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ കീർത്തി പാണ്ഡ്യൻ ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നത് ഒരു ലോക്കൽ പെൺകുട്ടി പറയുന്നൊരു രീതിയിൽ എനിക്ക് തോന്നിയില്ല. ആ ക്യാരക്ടറിന് ആ ഒരു ഡബ്ബിങ് മാച്ച് ആവാത്ത രീതിയിൽ എനിക്കൊരു ഫീല് തോന്നി. നേരത്തെ പറഞ്ഞ പോലെ വൺ ടൈം വാച്ചബിൾ, അതിൻ്റെ അപ്പുറം എനിക്ക് തോന്നിയില്ല. തമിഴ്നാട്ടിൽ അത്യാവശ്യം ഹിറ്റാണ് മൂവി, ഹിറ്റായിരുന്നു. ഒരു സ്പോർട്സ് ബേസ്ഡ് മൂവീസ് അവരെപ്പോഴും രണ്ട് കൈയും കൂടി സ്വീകരിക്കും. DOP ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു, DOP ചെയ്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ റൊമാൻറ്റിക് സീനൊക്കെ കണ്ടിരിക്കാനായിട്ടൊരു രസം ഉണ്ടായിരുന്നു. കാരണം റിയൽ ലൈഫ് കപ്പിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കെമിസ്ട്രി എനിക്ക് തോന്നി അവർ തമ്മിൽ. സാധാരണ സിനിമകളിലെ പോലെ വലിച്ചു വാരി റൊമാൻറ്റിക് സീനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഉള്ള കുറച്ച് ഭാഗങ്ങളിൽ പുള്ളിക്കാരി അദ്ദേഹത്തെ എത്രയൊക്കെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ശന്തനുവിൻ്റെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം ഒരു ലോക്കൽ ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അദ്ദേഹത്തിനുണ്ടാകുന്ന ചേഞ്ചുകൾ, അതൊക്കെ നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. അശോക് സെൽവൻ ആണെങ്കിൽ നല്ല വൃത്തിക്ക് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മീൻസ് ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മൂവി എനിക്ക് തോന്നിയത് ഓമൈക്കടവുളെയൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിംപ്ലിസിറ്റിയൊക്കെ എനിക്കൊരു ക്യാരക്ടറിൽ തോന്നി. സഭാനായകനിൽ എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല എങ്കിലും, മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കുറച്ചും കൂടെ ക്യാരക്ടറിനോടൊരു നീതി പുലർത്തിയത് എനിക്ക് തോന്നിയത് ബ്ലൂ സ്റ്റാറിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ മൂവി കാണാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് മൂവി കാണാമെന്നുള്ള ഡൗട്ടിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂവിയും ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബ്ലൂ സ്റ്റാർ തന്നെയാണ്. സഭാനായകൻ കുറച്ചും കൂടെ കളർഫുൾ രീതിയിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. ബട്ട് ഒരു സ്റ്റോറി വൈസ് കുറച്ചൊക്കെ നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് ബ്ലൂ സ്റ്റാർ തന്നെയാണ്. എനിക്ക് സ്പോർട്സ് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ മൂവീസ് തന്നെയാണ് രണ്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ, ഈ രണ്ട് മൂവീസും കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അതിനെപ്പറ്റി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അതുപോലെ തന്നെ മൂവി കാണാത്തവരാണ്, ഇതിലേത് മൂവി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.